പാലും തുവഴുവാൻ ശാമംബരം ഏകുംവരം. പക്ഷെ ഞാൻ പറഞ്ഞു പുള്ളിക്കാരന് അറിയാൻ വഴിയില്ലാന്ന് കേട്ടോ. കൃഷ്ണയും പറഞ്ഞു ഡ്രീമി ഈ സോങ് ഒന്നും ലുട്ടാപ്പിക്ക് അറിയൂലെന്ന്. പക്ഷെ അപ് ടു ഡേറ്റ് ആണ്. ഹായ് ശംഖു, കൊല്ലു കഥ പറയുന്ന പോലെയുണ്ട്. അത് പാട്ടാണ് ചേട്ടാ. എനിക്ക് അറിയില്ലടാ പാട്ട്. എനിക്ക് ആക്ച്വലി എനിക്ക് മനസ്സിലായി തട്ടത്തിൽ മഴത്തിലെ ആ പാട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അറിയാൻ പാടില്ല, പിന്നെ എന്ത് ചെയ്യാനാണ്. വേറെ എന്തെല്ലാം പാട്ടുണ്ടടാ. നിനക്ക് ഒരു 90s കൃഷ്ണ 80s കാലഘട്ടത്തിൽ എത്ര പാട്ടുണ്ട്. കൊല്ലാൻ പറഞ്ഞ നീ കൃഷ്ണ കത്തിയൊന്നും ഇടണ്ടല്ലോ. ദേ വന്നു ദൈവമേ, പടച്ച റബ്ബേ, ദേ വന്ന്. കാട്ടുവേ മുട്ടേ ഓടി വാടാ ചാടിക്കേറി വാടാ. നിങ്ങൾ പറഞ്ഞോണ്ടിരുന്നു എന്തൊരു ആയുസാണ് തമ്പുരാനെ. ദേ വന്ന് അടുത്തത് വന്നു. അടുത്ത തലതെറിച്ച ഒരെണ്ണം വന്നിട്ടുണ്ട്. ഒറ്റയടിക്ക് കൊന്നതാ. ഓ കൊല്ലണ, ഒറ്റയടിക്ക് കൊല്ലണ. നീ എനിക്ക് ഒരു കത്തി തന്നാ ഞാൻ ഈ 6-5 കത്തിയൊന്നും തരണ്ട. ദേ എത്തിടാ 100 ആയുസാണ്. ഉടനെ ഒന്നും അതിന്റെ പുക കാണുമെന്ന് ഓർത്ത് ആരും ഇരിക്കേണ്ടത്. അതായത് നമ്മുടെ ഇവിടുത്തെ തുമ്മിക്കാണും അവിടെ ഇരുന്ന് അവള് തുമ്മിയിട്ട് ഇങ്ങോട്ട് വന്നതാണിത്. എന്നാലും ഒരു പാട്ട് പറയാൻ പറഞ്ഞിട്ട് ശംഖു. ഇതെന്തിനാന്നറിയോ എഴുതുന്നത്? ഞാൻ പിൻ ചെയ്ത് വെക്കാനാ. റീട്രാക്ട് ചെയ്തവള്. വായിച്ച് റീട്രാക്ട് ചെയ്തവള്. അവളുടെ സ്ഥിരം ഡയലോഗായിരുന്നു. ഇടടി കുഞ്ഞേ, ഇത് വായിക്കട്ടെ. ആരെങ്കിലും ഒക്കെ അവളുടെ വന്നെങ്കിലേ ഇപ്പം. സ്ഥിരം ഡയലോഗായിരുന്നു. പാവം ആരും ഇല്ലാത്തോണ്ടാണ് റീട്രാക്ട് ചെയ്തേ. കിച്ചണിൽ ജോലി ചെയ്യാനും ശംഖുപ്പ ജാടയാണ് മറ്റേ രാത്രി 12 മണിക്ക് എന്റെ തുണി അലക്കാനും അലക്കിയില്ലെങ്കിൽ അവനെ എനിക്ക് എടുത്തിട്ട് അലക്കാനും. അറിയാൻ പിന്നെ ഒന്നും അറിയൂല. ഫസ്റ്റ് കൊണ്ട് കുത്തിയാ ഫസ്റ്റ് ആര് പറഞ്ഞു? ആദ്യം വേദന അറിയൂല, പിന്നെ എല്ലാം അറിയാൻ തുടങ്ങുക. അറിയുള്ളൂന്ന് ആരാ നിന്നോട് പറഞ്ഞേ? എടി കുത്തുന്ന കുത്തിന്റെ വേദന അറിയാലടി, പിന്നെ ആ വേദന തുടങ്ങുക. അതേ കാർത്തുമുത്ത എനിക്ക് വട്ട് ജാടയാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ശംഖു. പിള്ളേരെ പാട്ട് പറയുന്നുണ്ടോ? ആ കൃഷ്ണ, നീ ഡ്യൂട്ടിയിൽ അല്ലെങ്കിൽ ഇവിടെ കയറി പാട്ട് പാടിപ്പിക്കും കേട്ടോ. ആണ്ടെ കാർക്ക് പാട്ട് കൊണ്ട് വന്നു. എനിക്കൊന്നും ഈ പാട്ടൊന്നും അറിയാൻ പാടില്ല. തേരിറങ്ങും മുകിലെയോ നിങ്ങൾക്കറിയാലോ? എനിക്കറിയില്ല. തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്നു തരുമോ, നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാൻ, ഇരുൾ മൂടിയാലും എൻ കണ്ണിൽ. എനിക്കറിയില്ലടാ, അത് സത്യമായിട്ടും അറിയില്ല. കരളിന്റെ കണ്ണിൽ തെളിയുന്നു താരനിരകൾ, ഉറങ്ങാത്ത മോഹം തേടും ഉഷസിന്റെ കണ്ണീർ തീരം, കരയുന്ന പൈതൽ പോലെ കരളിന്റെ തീരാദാഹം, കനൽ തുമ്പി പാടും പാട്ടിൻ കടം തീരുമോ, തേരിറങ്ങുകിലേ മഴത്തൂവലൊന്നു തരുമോ. എന്ത് ബ്യൂട്ടിഫുൾ സോങ് ആണല്ലേ. ഓ ഫസ്റ്റ് തന്നെ ചത്തോളും. അങ്ങനെ കുത്തൂലടാ, അങ്ങനെ ഞാൻ കുത്തൂല. ഞാൻ വേദനിപ്പിച്ച് കൊല്ലുള്ളൂ. അങ്ങനെയല്ല. ആദ്യം ഫസ്റ്റ് ലെയർ ഇഞ്ചിഞ്ചായി. കട്ടി സ്കിന്നിന്റെ, അതെ, സെക്കൻഡ് ലെയറിന്റെ കട്ടി അങ്ങനെ. ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുള്ളൂ. എനിക്ക് ട്രോഫി ഒക്കെ തന്നെ എന്റെ കൃഷ്ണ. ചേച്ചിക്ക് 5 1 6 ട്രോഫി 7 ട്രോഫി 6 ട്രോഫി. എനിക്ക് വല്ല തേങ്ങയുണ്ടാ? നീ പാട്ട് പറയുന്നുണ്ടോ കൃഷ്ണ? പോ ദുഷ്ടാന്ന്. കണ്ട വേദനിപ്പിച്ച കൊല്ലൂന്ന് പറയുമ്പോ പോ ദുഷ്ടാന്ന്. കണ്ട, ഇതാ കുഴപ്പം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. നീ പാട്ട് പറയുന്നുണ്ടോ? വേണ്ട നീ. ഈ കുരുപ്പുകളൊക്കെ ഇത് എവിടെ പോയിന്ന്? ഞായറാഴ്ചയായിട്ട് എല്ലാം അടിച്ച് ഓഫായിട്ട് കിടക്കാണെന്ന് തോന്നുന്നു. ഓ ദുഷ്ടാന്ന്. മറ്റേ ഈ സ്കിന്നിന് 3 ലെയറാന്ന് പറയല്ലേ? ഫസ്റ്റ് ആദ്യത്തെ ഔട്ടർ ലെയർ, അതെ പിന്നെ രണ്ടാമത് എപ്പിഡെർമിസ്, ഡെർമിസ്, ഹൈപ്പോഡെർമിസ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ചില ആൾക്കാരുടെ സ്കിന്നിന് 3 ലെയർ അല്ല 30 ലെയർ വരെ ഉണ്ട്. കാർത്തൂനൊക്കെ 30 ലെയർ ഉണ്ട്. മാഷിന് കൂവല്ല. നീ കോടി. നീ താഴെ ഇരുന്ന് കൂവ്. നീ കൂവ്. നീ താഴെ ഇരുന്ന് കൂവ്. ജോത്സുമ സൂപ്പറായിട്ട് പാടിയെന്ന് പറയുന്നത്. ഇതേതാ പാട്ട്? ആഹാ, നല്ല പാട്ട്. കോഴി ചിങ്കാര പൂങ്കോഴി കൊക്കരക്കോ വാതിൽ